ഭാരതീയ ജ്യോതിഷത്തിലെ 19ാമത്തെ നക്ഷത്രമാണ് മൂലം. അടിസ്ഥാനമല്ലെങ്കിൽ വേരെന്നർത്ഥം വരുന്ന ഈ നക്ഷത്രം ധനുരാശിയിലാണ് ഉൾപ്പെടുന്നത്. കേതു ഭഗവാൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് സംഖ്യാശാസ്ത്രപരമായി ഏറ്റവും സ്വാധീനമുള്ള അക്കം 7 ആണ്. 2026 എന്ന വർഷം സംഖ്യാശാസ്ത്ര പ്രകാരം 1-ാം നമ്പറിന്റെ സ്വാധീനമുള്ള വർഷമാണ്. ഈ സാഹചര്യത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗ്യ നമ്പറായ 7-നെ 2026-ൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി ദൃഢനിശ്ചയമുള്ളവരും സത്യസന്ധരുമായിരിക്കും. നക്ഷത്രനാഥൻ കേതു ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മീയമായ ചായവും അദൃശ്യമായ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യവും കൂടുതലായിരിക്കും. മൂലം ധനുരാശിയിൽ ഉൾപ്പെടുന്നു. അധിപൻ കേതുവാണ്. സ്വഭാവം തീഷ്ണപ്രകൃതമാണ്. ചിഹ്നം കെട്ടുപിണങ്ങിയ വേരുകൾ. തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഏതറ്റം വരെയും പോകാൻ ഇവർ മടിക്കില്ല. എന്നാൽ പലപ്പോഴും മാനസികമായ സംഘർഷങ്ങൾ ഇവരെ അലട്ടാറുണ്ട്. ഇവിടെയാണ് ന്യൂമറോളജിയിലെ 7 എന്ന അക്കം ഇവർക്കൊരു രക്ഷാകവചമായി മാറുന്നത്. ന്യൂമറോളജിയിൽ 7-ാം നമ്പറിനെ ജ്ഞാനത്തിന്റെ അക്കം എന്ന് വിളിക്കുന്നു. ഇതിന്റെ അധിപൻ കേതു തന്നെയാണ്. മൂലം നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥനും കേതുവായതുകൊണ്ട് 7 എന്ന അക്കം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ്. 7-ാം നമ്പർ വ്യക്തിയുടെ ചിന്താശേഷിയെയും ഉൾക്കാഴ്ചയെയും വർദ്ധിപ്പിക്കുന്നു. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി മനസമാധാനത്തിനും ആത്മീയ ഉന്നതിക്കും ഈ നമ്പർ സഹായിക്കുന്നു. കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഈ നമ്പർ പ്രദാനം ചെയ്യുന്നു. 2026 എന്ന വർഷത്തിന്റെ ആകെത്തുക 1 ആണ്. 1-ാം നമ്പർ സൂര്യന്റെ പ്രതീകമാണ്. ഇത് പുതിയ തുടക്കങ്ങളെയും നേതൃത്വ പാടവത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു. മൂലം നക്ഷത്രക്കാർക്ക് 2026 വലിയ മാറ്റങ്ങളുടെ കാലമായിരിക്കും. കേതുവിന്റെ ആത്മീയതയും സൂര്യന്റെ ചടുലതയും ഒത്തുചേരുന്ന ഒരു വർഷമാണിത്. മൂലം നക്ഷത്രക്കാർക്ക് 2026-ൽ തങ്ങളുടെ ഭാഗ്യ നമ്പർ എങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2026 സൂര്യന്റെ വർഷമായതിനാൽ കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മൂലം നക്ഷത്രക്കാർ 7 എന്ന നമ്പർ ഉപയോഗിക്കേണ്ട രീതി നോക്കുമ്പോൾ പുതിയ ബിസിനസ് തുടങ്ങാനോ ജോലിയിൽ മാറ്റം വരുത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു മാസത്തെയും 7, 16, 25 തീയതികൾ തിരഞ്ഞെടുക്കുക. ഇവ 7ന്റെ സ്വാധീനമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ സാധിക്കുമെങ്കിൽ വൈകുന്നേരം 7 മണിയോ അല്ലെങ്കിൽ 7 എന്ന അക്കം വരുന്ന സമയമോ തിരഞ്ഞെടുക്കുന്നത് അനുകൂലമായ ഫലം നൽകും. നിങ്ങൾ സമർപ്പിക്കുന്ന ഫയലുകളിലോ പ്രോജക്റ്റുകളിലോ 7 എന്ന അക്കം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി 2026 നിങ്ങൾക്ക് സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. എന്നാൽ 7ന്റെ സ്വാധീനം നിങ്ങളെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപം നടത്തുമ്പോൾ 7 എന്ന അക്കം വരുന്ന തീയതികളോ അല്ലെങ്കിൽ ആ തുകയുടെ ആകെ തുക 7 വരുന്ന രീതിയിലോ നിക്ഷേപിക്കുക. ഉദാഹരണത്തിന് 7, 16,000, 25,000 എന്നിങ്ങനെ. പുതിയ വാഹനം വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ അതിന്റെ നമ്പറുകളുടെ തുക 7 വരുന്നത് ഉത്തമമായിരിക്കും. ഇത് യാത്രകളിൽ സുരക്ഷിതത്വം നൽകും. മൂലം നക്ഷത്രക്കാർക്ക് 2026-ൽ ഉദര സംബന്ധമായതോ മാനസികമായോ ഉള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദിവസവും രാവിലെ 7 മണിക്ക് ധ്യാനം ശീലിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും. 7 തരം ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ആഹാര രീതി ശീലമാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കൃത്യമായി 7 മണിക്കൂർ ഉറക്കം ഉറപ്പാക്കുക. ഇത് നിങ്ങളുടെ ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. കുടുംബജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുള്ള വർഷമാണ് 2026. ഇവിടെ 7 എന്ന നമ്പറിന്റെ ക്ഷമ എന്ന ഗുണം ഉപയോഗിക്കണം. പങ്കാളിയുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ 7-ാം തീയതി തിരഞ്ഞെടുക്കുന്നത് രമ്യമായ പരിഹാരത്തിന് സഹായിക്കും. കുടുംബത്തോടൊപ്പം യാത്ര പോകുമ്പോൾ 7 എന്ന അക്കം വരുന്ന മുറി നമ്പറുകളോ സീറ്റ് നമ്പറുകളോ തിരഞ്ഞെടുക്കുന്നത് യാത്ര സന്തോഷകരമാക്കും. ഓരോ മാസത്തിലും 7 എന്ന നമ്പറിന്റെ സ്വാധീനം മൂലം നക്ഷത്രക്കാർക്ക് എങ്ങനെ അനുഭവപ്പെടുമെന്ന് നോക്കാം. ജനുവരി മാസം സൂര്യന്റെയും കേതുവിന്റെയും സ്വാധീനം ഒത്തുചേരുന്നു. പുതിയ പദ്ധതികൾക്ക് 7, 16 തീയതികൾ ഉപയോഗിക്കുക. ഫെബ്രുവരി മാസം ചന്ദ്രന്റെ സ്വാധീനമുള്ളതിനാൽ അല്പം അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. 25-ാം തീയതി ഭാഗ്യദായകമാണ്. മാർച്ച് മാസം വ്യാഴത്തിന്റെ സ്വാധീനമുണ്ടാകും. ആത്മീയമായ കാര്യങ്ങൾക്കായി 7-ാം തീയതി മാറ്റിവെക്കുക. ജൂലൈ മാസം നിങ്ങളുടെ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. ഈ മാസത്തിൽ 7ന്റെ സ്വാധീനമുള്ള എല്ലാ ദിവസങ്ങളും വലിയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാം. മൂലം നക്ഷത്രക്കാർക്ക് 7 എന്നത് വെറുമൊരു അക്കമല്ല, അതൊരു ഊർജ്ജമാണ്. 2026-ൽ ഈ ഊർജ്ജം വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാം. എന്തിനേയും ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. 7 ഗവേഷകരുടെ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ അറിവുകൾ ലഭിക്കും. ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ 7 പേർക്ക് ഭക്ഷണം നൽകുന്നത് കേതുദോഷം മാറാനും ഭാഗ്യം വരാനും സഹായിക്കും. 7 എന്ന നമ്പർ ഭാഗ്യമാണെങ്കിലും ചില കാര്യങ്ങളിൽ മൂലം നക്ഷത്രക്കാർ 2026-ൽ ജാഗ്രത പാലിക്കണം. 7 എന്ന നമ്പർ അമിതമായ ഏകാന്തതയ്ക്കും ചിന്തയ്ക്കും കാരണമായേക്കാം. ഇത് വിഷാദത്തിലേക്ക് നയിക്കാതെ നോക്കണം. മറ്റുള്ളവരെ അമിതമായി സംശയിക്കുന്ന പ്രകൃതം 2026-ൽ ഒഴിവാക്കണം. കേതുവിന്റെ സ്വാധീനമുള്ളവർ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണം. അല്ലാത്ത പക്ഷം 7 എന്ന നമ്പറിന്റെ ഗുണഫലങ്ങൾ ലഭിക്കില്ല. മൂലം നക്ഷത്രക്കാരുടെ രത്നം വൈഡൂര്യമാണ്. ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ധരിക്കുക. ഇത് കേതുവിനെയും 7 എന്ന നമ്പറിനെയും പ്രീതിപ്പെടുത്തും. കേതുദോഷ പരിഹാരത്തിന്
ദർശനത്തിന് ഏറ്റവും ഉത്തമം ഗണപതി ഭജനമാണ്. മൂലം നക്ഷത്രക്കാർ എല്ലാ മാസത്തെയും 7, 6, 25 തീയതികളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കർഗഹോമം അല്ലെങ്കിൽ ഗണപതി ഹോമം വഴിപാടായി നടത്തുകയും ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ധനുരാശിയിൽ വരുന്ന നക്ഷത്രമായതിനാൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് മാനസിക ധൈര്യം നൽകും. ചൊവ്വാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ 7 തവണ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉത്തമമാണ്. 2026 ഒന്നാം നമ്പറിന്റെ വർഷമായതിനാൽ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും നല്ലതാണ്. പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുമ്പോഴോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴോ തീയതികളുടെ തുക 7 വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇത് നെഗറ്റീവ് ഊർജത്തെ പ്രതിരോധിക്കും. നിങ്ങളുടെ ഫോൺ നമ്പറിന്റെയോ വാഹന നമ്പറിന്റെയോ അവസാന അക്കം 7 ആകുന്നത് ഭാഗ്യം കൊണ്ടുവരും. മൂലം നക്ഷത്രം മുഴുവനായും ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഓരോ പാദത്തിന്റെയും നവാംശാധിപന്മാർ മാറുന്നതനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവത്തിലും ബലങ്ങളിലും മാറ്റങ്ങൾ വരുന്നു. മൂലം നക്ഷത്രം ഒന്നാം പാദം മേടം നവാംശത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അധിപൻ ചൊവ്വയാണ്. ഊർജ്ജസ്വലത, സാഹസികത, ദേഷ്യം, എന്നാൽ പെട്ടെന്ന് തണുക്കുന്ന പ്രകൃതം എന്നിവ ഇവരുടെ പൊതു സ്വഭാവങ്ങളാണ്. എന്തിനും മുൻകൈ എടുക്കുന്നവരായിരിക്കും ഇവർ. 2026 സൂര്യന്റെ വർഷമായതിനാൽ ചൊവ്വയുടെ സ്വാധീനമുള്ള ഒന്നാം പാദക്കാർക്ക് ഈ വർഷം മികച്ച ഭരണ നൈപുണ്യം പ്രകടിപ്പിക്കാൻ സാധിക്കും. ഒന്നാം പാദക്കാർ പലപ്പോഴും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. 7 എന്ന നമ്പറിന്റെ ശാന്തതയും ചിന്താശേഷിയും ഉപയോഗിക്കുന്നത് വഴി അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ഇവർക്ക് സാധിക്കും. പണമിടപാടുകളിൽ 7 തീയതികൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മൂലം നക്ഷത്രത്തിന്റെ 2ാം പാദം ഇടവം നവാംശത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അധിപൻ ശുക്രനാണ്. സ്വഭാവം നോക്കുമ്പോൾ സൗന്ദര്യ ആരാധന, കലകളോടുള്ള താല്പര്യം, കഠിനാധ്വാനം, ഭൗതിക നേട്ടങ്ങളിലുള്ള താല്പര്യം, കൂടാതെ ഇവർ ആഡംബര പ്രിയരുമായിരിക്കും. ശുക്രന്റെ സ്വാധീനമുള്ളതിനാൽ 2026 ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ വീടല്ലെങ്കിൽ വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട്. ഭൗതികമായ ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ 7 എന്ന നമ്പർ നൽകുന്ന ആത്മീയത ഇവരെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുമ്പോൾ 7 എന്ന അക്കം വരുന്ന തീയതികൾ അല്ലെങ്കിൽ വിലയുടെ ആകെ തുക 7 വരുന്നത് ഭാഗ്യം നൽകും. മൂലം നക്ഷത്രം 3ാം പാദം മിഥുനം നവാംശത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അധിപൻ ബുധനാണ്. ബുദ്ധിശക്തി, ആശയവിനിമയ പാടവം, എഴുത്ത്, വായന എന്നിവയിലുള്ള താല്പര്യം, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുക തുടങ്ങി നിരവധി സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരാണ് 3ാം പാദക്കാർ. 2026 ഇവർക്ക് പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. വിദേശ യാത്രകൾക്കോ ഉപരിപഠനത്തിനോ സാധ്യതയുള്ള വർഷമാണിത്. ബുധന്റെ ബുദ്ധിയും 7ന്റെ ഗവേഷണ താല്പര്യവും ഒത്തുചേരുമ്പോൾ ഇവർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും 7ാം തീയതി തിരഞ്ഞെടുക്കുന്നത് അത്യുത്തമമാണ്. മൂലം നക്ഷത്രം 4ാം പാദക്കാർ കർക്കടകം നവാംശത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അധിപൻ ചന്ദ്രനാണ്. സ്വഭാവം നോക്കുമ്പോൾ വൈകാരികത, കുടുംബസ്നേഹം, ദയ, ആത്മീയ ചിന്തകൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വർഷമായിരിക്കും 2026. മാനസികമായ ഉയർച്ചയും ഉണ്ടാകും. ചന്ദ്രനും കേതുവും തമ്മിലുള്ള ബന്ധം ഇവർക്ക് വലിയ ഉൾക്കാഴ്ചകൾ നൽകും. പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി 7 മണി അല്ലെങ്കിൽ 7ാം തീയതികൾ ഉപയോഗിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 എന്നത് മാറ്റങ്ങളുടെയും വളർച്ചയുടെയും വർഷമാണ്. വർഷത്തിന്റെ അധിപനായ സൂര്യന്റെ സംഖ്യയായ 1ഉം നിങ്ങളുടെ ഭാഗ്യ നമ്പറായ കേതുവിന്റെ സംഖ്യയായ 7ഉം തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ വർഷമായി മാറും. സംഖ്യാശാസ്ത്രം എന്നത് ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് വിജയത്തിന്റെ യഥാർത്ഥ താക്കോൽ. 7 എന്ന ഭാഗ്യ നമ്പറിനെ നിങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും സംയോജിപ്പിച്ചുകൊണ്ട് 2026 ഐശ്വര്യപൂർണ്ണമാക്കാൻ ശ്രമിക്കുക.